ജാനകിയെ ചതിയിൽപ്പെടുത്താനായി സുനന്ദ തന്റെ സ്വർണമാല രഹസ്യമായി ജാനകിയുടെ സഞ്ചിയിലിടുന്നു. പോലീസ് ജാനകി അന്വേഷിച്ച് വീട്ടിലെത്തുന്നു. ഞാൻ സുനന്ദയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു എന്ന് പറയുന്ന സ്വർണം ഇതാണോ സർ? സർ, എന്റെ അമ്മ ഒരു പാവ. സമ്മതിക്കല്ലേ ഏട്ടാ, നമ്മുടെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കല്ലേ? ജാനകിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അവളെ അഴി എണ്ണിക്കണം ഏട്ടാ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവളെ റിമാൻഡ് ചെയ്യിക്കണം. ജാനകിയെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ശ്യാമ സുനന്ദയെ കാണാനായി എത്തുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം. അതിനും അമ്മ എന്നെ സഹായിക്കണം. അത് കൊള്ളാം. എന്റെ വീട്ടിൽ നിന്ന് എന്റെ 5 പവന്റെ മാല മോഷ്ടിച്ച കള്ളിയെ രക്ഷിക്കാൻ ഞാൻ തന്നെ സഹായിക്കണം അല്ലേ? തുടർന്ന് കാണുക. ശരത് എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അവർക്കിതൊക്കെ നേരിടേണ്ടി വരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കാരണം അവർക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത് മമ്മ. എന്നുവെച്ചാ നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് ജാനകി മോഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ? മോഷ്ടിച്ചോ ഇല്ലോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ മമ്മ. ഞാൻ ശരത്തിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ ഈ വീടുമായി അവന്റെ അമ്മയ്ക്ക് ബന്ധം ഉണ്ടാവേണ്ടി വന്നത്. അവരിവിടെ ജോലിക്കാരിയായി വരാനുണ്ടായ വഴി പോലും ഞാൻ കാരണമാണ്. ഞാൻ കാരണമല്ലേ അവരൊക്കെ നിങ്ങൾക്ക് ശത്രുവായത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണം. അതിനും അമ്മ എന്നെ സഹായിക്കണം. അതുകൊള്ളാം. എന്റെ വീട്ടിൽ നിന്ന് എന്റെ 5 പവന്റെ മാല മോഷ്ടിച്ച കള്ളിയെ രക്ഷിക്കാൻ ഞാൻ തന്നെ സഹായിക്കണം അല്ലേ? വെറുതെ വേണ്ട മമ്മ. ഞാൻ പറഞ്ഞ മമ്മ അവരെ വെറുതെ വിടില്ലെന്ന് എനിക്കറിയാം. പകരം മമ്മ എന്ത് വേണമെങ്കിലും ഡിമാൻഡ് ചെയ്തു. എന്റെ ജീവൻ വേണമെങ്കിൽ അതും ഞാൻ തരാം. ഈ വീട്ടിലെ വേലക്കാരിക്ക് എന്റെ മകളുടെ ജീവന്റെ വിലയോ? അത്രയ്ക്ക് വേണോ മോളെ? നിന്റെ ഒരു തലനാരിഴയ്ക്ക് പോലും ഞാൻ അവൾക്ക് വില കൽപ്പിച്ചിട്ടില്ല. അത് മമ്മയുടെ നിലപാട്. പക്ഷെ എനിക്ക് അവരങ്ങനെയല്ല. ഈ കേസിൽ ശരത്തിന്റെ അമ്മയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ സത്യമായിട്ട് ഞാൻ പറയാ, മമ്മയുടെ ഈ മകൾ പിന്നെ ജീവനോടെ ഇരിക്കില്ല. സുനന്ദേ, ദേവിയുടെ നീ നമ്മുടെ മോളെ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് മറ്റെന്തിനേക്കാളും വലുത് നമ്മുടെ മോളല്ലേ? അതെ, അതിലൊരു സംശയമില്ല. ഇവളുടെ ഉയർച്ചയും വിജയവും മാത്രമേ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ മൂത്ത മകളുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും കണക്കൂട്ടലും ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ തകർന്നത് അവൻ കാരണോ? ജാനകിയുടെ മകൻ ശരത്ത് കാരണം. അവനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമോ? സുനന്ദേ, നീ എന്തായി പറയുന്നത്? ശ്യാമയ്ക്ക് അവളുടെ ഭർത്താവിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും അതിനുവേണ്ടി ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടതല്ലേ. മനസ്സ് വെച്ചാ ഇനിയും അതിന് പറ്റും. നിനക്ക് രക്ഷിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ അമ്മയാണെങ്കിൽ എനിക്ക് രക്ഷിക്കേണ്ടത് നിന്നെയാ. നീ ഇനി ആ കുടുംബത്തിലേക്ക് തിരിച്ചു പോവില്ലെന്ന് ഉറപ്പ് തന്നാ ഞാൻ ഏട്ടനെ വിളിച്ച് ആ കേസ് പിൻവലിക്കാൻ പറയാം. എന്റെ മോളെ എനിക്ക് തിരിച്ചു വേണം. അതാണ് എന്റെ ഡിമാൻഡ്. മമ്മ, അങ്കിളിനെ വിളിച്ച് കേസ് പിൻവലിച്ചോളാൻ പറയും. ഞാൻ ഇനി ഇവിടെ നിന്നും പോകുന്നില്ല.
അമ്മ അവര് വിട്ടോ? ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നമ്മുടെ കൂടെ ദൈവം ഉണ്ടമ്മ. ഏട്ടാ, ശ്യാമേച്ചി പറഞ്ഞിട്ടാണോ അവര് കേസ് പിൻവലിച്ചത്? ആയിരിക്കും. അവളെവിടെ? ശ്യാമേച്ചി പിന്നെ തിരിച്ചു വന്നില്ല ഏട്ടാ. ഏട്ടാ ശ്യാമേച്ചി വിളിച്ചില്ലേ? ഇല്ല, വിളിക്കാം. നീ അമ്മയെ മുറി കൊണ്ടുപോയി എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. നല്ല ക്ഷീണമുണ്ട് അമ്മയ്ക്ക്. ഇനി അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം കഴിഞ്ഞില്ലേ. അമ്മ വാ. ശ്യാമ പിന്നെ ഇത് എവിടെയായിരിക്കും? അവളെന്താ തിരിച്ചു വരാത്തെ? അമ്മ, ഈ കഞ്ഞിവെള്ളമെങ്കിലും കുടിക്ക. ഇങ്ങനെ ഒന്നും കുടിക്കാതെ പട്ടിണി കിടന്ന് വല്ല അസുഖം വന്നാൽ എന്ത് ചെയ്യും? ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഇപ്പോഴീ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഞാനല്ലേ? അമ്മ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടാണോ? അവര് ചതിച്ചതല്ലേ? അതെവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെന്താ? എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് സമാധാനിക്കണം. അവരെങ്ങാനും കേസ് പിൻവലിക്കാതിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നോ? അതിലും നല്ലത് അതായിരുന്നു എന്ന് തോന്നുന്നു എനിക്കിപ്പോ. ഞാൻ രക്ഷപ്പെട്ടെങ്കിലും എനിക്ക് പകരം ശ്യാമ ജയിലിൽ അകപ്പെട്ടതുപോലെ ആയില്ലേ? ഞാൻ കാരണം ശ്യാമയുടെ ശരത്തിന്റെ ജീവിതമല്ലേ പ്രതിസന്ധിയിലായത്. എന്റെ മോന് എങ്ങനെയൊക്കെയോ തിരിച്ചു കിട്ടിയ ജീവിതമായിരുന്നു അത്. ഞാൻ നിമിത്തം അത് വീണ്ടും കൈവിട്ടു പോവല്ലോ ദൈവമേ. അമ്മ വിഷമിക്കാതിരിക്ക. അതുകൊണ്ടൊന്നും അവരുടെ ജീവിതം വഴിമുട്ടി പോവില്ല. ശ്യാമേച്ചി വീട്ടുകാരോട് യുദ്ധം ചെയ്തിട്ടാണേലും നാളെ ഇങ്ങ് തിരിച്ചെത്തും. അതിനുള്ള ബുദ്ധിയും തന്റെ ഇടമൊക്കെ ശ്യാമേച്ചിക്കുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? മനുഷ്യന് തലയോർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അമ്മേ. എന്തിനാ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്? പുറത്ത് ആളുകൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? ആളുകൾ പറയുന്നല്ല ശ്രീയേട്ടന് വിഷമം, അല്ലാതെ അമ്മയെ പോലീസ് കൊണ്ടുപോയല്ല. അതിലിപ്പം വിഷമിക്കുന്ന എന്തിനാ? അമ്മ തിരിച്ചു വന്നില്ലേ? ഇനി നാട്ടുകാർ ചോദിക്കുമ്പോ എന്ത് പറയണമെന്ന് മാത്രം അറിഞ്ഞാ മതി. നിന്റെ അമ്മ ജോലിക്ക് പോയ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് പറയടാ. അതാണ് സത്യവും. നിന്റെ ഏട്ടത്തിയമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ സ്വർണം മോഷ്ടിച്ചത്. അവിടെയുള്ളവര് എനിക്കെതിരെ കേസ് കൊടുത്തത്. നിങ്ങൾക്കൊന്നും മാനക്കേടുണ്ടാവാതിരിക്കാൻ വേണ്ടിയ ശ്യാമ ഇടപെട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇത്ര അറിഞ്ഞാൽ മതിയോ നിനക്ക്? അമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ കൂടുതൽ സമയം പുറത്തായതുകൊണ്ട് എന്നോട് ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ കാര്യം എന്താണെന്ന് ഞാനും അറിഞ്ഞിരിക്കണ്ടേ? എടാ, അമ്മയെ ആ വീട്ടുകാർ ചതിച്ചതാ. വേറെ പലതും ലക്ഷ്യം വെച്ച് ശ്യാമയുടെ മമ്മിയും അങ്കിളും കൂടി അമ്മയെ കള്ളക്കേസിൽ കുരുക്കിയതാ. അല്ലെങ്കിൽ അമ്മ മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം. ഏട്ടൻ ശ്യാമേച്ചിയെ കല്യാണം കഴിച്ചത് മുതൽ അതിന്റെ ദേഷ്യം മൊത്തം ആ വീട്ടുകാർ കാണിക്കുന്നത് ഞങ്ങളോടൊക്കെയാ. നിങ്ങൾ തിരുവനന്തപുരത്തായിരുന്നുകൊണ്ട് ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നേ ഉള്ളൂ. ശ്യാമേച്ചിയുടെ വീട്ടുകാര് ശ്രീയേട്ടനോട് എന്ത് ദേഷ്യ കാണിച്ചത്? വെറുതെ ഇല്ലാത്ത ഒന്നും പറഞ്ഞുണ്ടാക്കല്ലേ ഏട്ടാ. എടി, നീ മിണ്ടാതിരുന്നോ? നിന്നോട് ചോദിച്ചിട്ടാണോ ശ്യാമേച്ചിയുടെ അമ്മ എന്നെ കാണുമ്പോഴൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഞാനിതൊന്നും ആരോടും പറയാത്തതുകൊണ്ടാ. ഇനി അത് പറ്റില്ല. എനിക്കും എന്റേതായ വ്യക്തിത്വമുണ്ട്. നാളെ കഴിഞ്ഞ എന്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ആ സമയത്ത് ഇതുപോലുള്ള കേസുകളൊക്കെ വന്നാ അത് ചിലപ്പോ എന്റെ കരിയറിനെ ബാധിക്കും. അതുകൊണ്ട് എനിക്ക് ഏട്ടനോടാ പറയാനുള്ളത്. ഒന്നുകിൽ ഏട്ടൻ ശ്യാമേച്ചിയുടെ ഫാമിലിയുമായി ഒരു കോംപ്രമൈസിൽ എത്താൻ നോക്ക്, അല്ലെങ്കിൽ
എത്രയും വേഗം ഏട്ടനും ശ്യാമേച്ചിയും തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോ. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നിവിടെ ജീവിച്ചോട്ടെ. എന്താ അമ്മേ, എന്താ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നു? അവനിപ്പോ പണ്ട് നീ കണ്ട അനിയനൊന്നും അല്ല ശരത്തെ. അവൻ വല്ലാതെ വളർന്നു. ഇതിലും വലിയതൊക്കെ അവന്റെ വായിന്ന് കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ നമ്മളൊക്കെ. ശ്രീയേട്ടൻ വലിയ ഡയറക്ടർ ആവാൻ പോകുന്നതിന്റെ അഹങ്കാരമായിട്ടാ. ഏതോ ഒരു പ്രൊഡ്യൂസർ എന്തോ ഷോർട്ട് ഫിലിം എടുക്കാൻ വന്നിട്ടുണ്ട്, അതിന്റെ ജാടയാ. ഏട്ടൻ അതൊന്നും കണ്ട് വിഷമിക്കണ്ട. എന്റെ വിഷമം മോള് കാര്യാക്കണ്ട. നീ നമ്മുടെ അമ്മ വിഷമിക്കാതെ നോക്കിയാൽ മതി. ഇവരെ കാണുന്നില്ലല്ലോ. വരേണ്ട സമയമായല്ലോ. ഇനി വഴിവക്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടായോ? അച്ഛനെ വിളിച്ചു നോക്ക്, ചിലപ്പോ വഴി തെറ്റിയാണെങ്കിലോ. അല്ല, എന്നെ എന്തിനാ പിടിച്ച് നിർത്തിയിരിക്കുന്നേ? നിങ്ങൾ സ്വീകരിച്ചാ പോരെ? എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, ഞാൻ പോവാ. നീ അവിടെ നിൽക്കുന്തിരേ. ഇതേ സാധാരണ ഗസ്റ്റ് അല്ല. ഞാൻ ആദ്യമായി ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ച പഴയൊരു കമ്പനിയുടെ പുതിയ MD-യാ. കോടീശ്വരനാ, കോടീശ്വരൻ. ആ കുടുംബവുമായി അന്ന് എനിക്കുണ്ടായിരുന്ന ബന്ധം വെറും വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. അവിടുത്തെ ഒരു അംഗത്തെ പോലെയായിരുന്നു ഞാൻ. അപ്പൊ പിന്നെ അവിടുത്തെ ഏക അനന്തരാവകാശി എന്നെ കാണാൻ വരുമ്പോ നമ്മൾ കുടുംബത്തോടെ സ്വീകരിക്കേണ്ടതല്ലയോടി. വന്നല്ലോ. ഇതേതാ ഈ ഉണക്ക? വരണം പ്രഭുകുമാര, വരണം. ഈ ഉള്ളവന്റെ കൊച്ചു കുടുംബത്തിലേക്ക് സ്വാഗതം. സുഖമല്ലേ തമ്പിങ്ങൾ? ദൈവകൃപയാൽ പൂജയും ദാനകർമ്മങ്ങളും കൊണ്ട് സൗഖ്യമായിട്ട് കഴിയണു. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ പ്രഭുകുമാരൻ. പ്രഭുസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സാരഥിയായിരുന്ന പ്രഭുദാസ് വർമ്മയുടെ ഒരേ ഒരു മകൻ ഗൗതം പ്രഭു, സൽഗുണ സമ്പന്നൻ. ഇവരെ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. എന്റെ ഒരേ ഒരു ഭാര്യയും ഒരേ ഒരു മകനും. ഞാൻ വരും. ആന്റി ഞാൻ ഇതിനു മുമ്പ് 1-2 തവണ കണ്ടിട്ടുണ്ട്. അങ്കിളിന്റെ കൂടെ കമ്പനിയില് ഏതൊക്കെയോ ഫംഗ്ഷന് വന്നിട്ടില്ലേ? അതെ, വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നൊന്നും ആരുടെ മുഖത്ത് പോലും നോക്കാറില്ല. വലിയ വലിയ ആളുകളെയൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാ. ഇയാളാണോ പ്രഭുകുമാരന്റെ മാനേജർ? അതെ, മൂന്നാറിലെ എന്റെ റിസോർട്ടില് കുറെ കാലമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ സ്വന്തം സന്തത സഹചാരിയാണ് തമ്പിച്ചേട്ടൻ. തമ്പിച്ചേട്ടൻ? ഉവ്വ്, കുഞ്ഞുണ്ണി എന്നാ പേര്. തമ്പി എന്നെല്ലാരും വിളിക്കും. ഇനിയേ ആരും ഇദ്ദേഹത്തെ അങ്ങനെ വിളിക്കണ്ട. ഇവിടെ ഒരൊറ്റ തമ്പി മതി. ഈ ആര്യനാട് ഗോവിന്ദൻ തമ്പി. താൻ ഇന്ന് മുതലേ കുഞ്ഞുണ്ണിയ, വെറും കുഞ്ഞുണ്ണി. കേട്ടോടെ? മനസ്സിലായോടെ? ഉവ്വ്, മനസ്സിലായി. വെറും കുഞ്ഞുണ്ണി.
ഗൗതം വരൂ, കയറിയിരിക്കൂ. വാ പ്രഭകുമാരാ, നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. എത്രയായി? 100 രൂപ. അമ്മേ, കുറച്ച് താമസിച്ചു. ഞാൻ കാറെടുത്ത് പുറത്തു പോവാതിരിക്കാൻ എന്റെ മമ്മ ഒരു പണി ഒപ്പിച്ചു. അതുകൊണ്ട് പറ്റിയതാ. സാരമില്ല മോളെ, എന്തായാലും ഞാൻ വിളിച്ചപ്പോ നീ വരാന്ന് പറഞ്ഞല്ലോ. അതെന്താ അമ്മേ, അമ്മ വിളിച്ചാ ഞാൻ വരാതിരിക്കൂ? അല്ല, ഞാനിപ്പോ പഴയ പദവി ആഗ്രഹിക്കാൻ യോഗ്യല്ലല്ലോ. മോഷണക്കേസിലെ പ്രതിയല്ലേ. മോള് ശരത്തിനെ ഉപേക്ഷിക്കാന്ന് വാക്കു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ കള്ളിയായിട്ട് ജയിലിൽ കിടക്കേണ്ടവളായിരുന്നില്ലേ? അമ്മ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാനോ ശരത്തോ വിശ്വസിക്കില്ല. അമ്മ അറിയാവുന്ന ആരും വിശ്വസിക്കില്ല. പക്ഷെ അമ്മയ്ക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ അവർക്ക് പറ്റി. അമ്മ കുറച്ചുകൂടി കരുതലോടെ നീങ്ങിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നാ എനിക്ക് തോന്നിയത്. ശരിയാ. ഇനി ആ വീട്ടിലേക്ക് ജോലിക്ക് പോരുതെന്ന് മോള് പറഞ്ഞിട്ടും ഞാൻ പോയി. അതും പോരാത്തതിന് മോളുടെ വീട്ടിൽ ഞാൻ പോയ കാര്യം മോളോട് മറച്ചു വെച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മോൾക്ക് വേണമെങ്കിൽ എന്നെ സംശയിക്കാം, ആർക്ക് സംശയിക്കാം. അതെന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു വീഴ്ചയാ. അമ്മേ, ഞാൻ അവിടെ വീണ്ടും പോയത് ഒരു മര്യാദയുടെ പേരിൽ ഞാനിനി ജോലിക്ക് വരില്ലെന്ന് പറയാനും ചെയ്ത ജോലിയുടെ കൂലി തരികയാണെങ്കിൽ അത് വാങ്ങിക്കാനുമായിരുന്നു. പക്ഷെ നിന്റെ മമ്മ ഒരു ജോലിക്കാരിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചു നിർത്തി. നീ അത്ര വലിയ മര്യാദക്കാരിയാണെങ്കിൽ ഇന്നുകൂടി ഇവിടെ ജോലി ചെയ്ത് എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ശമ്പളം വാങ്ങിച്ചിട്ട് പോ. ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്കാരി അതാ ചെയ്യേണ്ടത്. ശരി, ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ മുഴുമിപ്പിച്ചിട്ട് ഞാൻ പോവാം. അതൊക്കെ നിന്റെ ഇഷ്ടം. ഈ വീടിന്റെ അവസ്ഥ കണ്ട് എനിക്ക് നാളെ നിന്നെ പഴിക്കാൻ തോന്നരുത്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് അത്ര വലിയൊരു ചതിയുടെ ഒരുക്കമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ കള്ളക്കേസിൽ കുരുക്കിയതിലും വലിയൊരു അപമാനം എനിക്ക് മോളുടെ വീട്ടിൽ വെച്ചുണ്ടായി. അതെനിക്ക് വേറെ ആരോടും പറയാൻ കഴിയില്ല. എന്റെ മനസ്സ് കെട്ടി നിർത്താനും പറ്റില്ല. അതുകൊണ്ടാ മോളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. എന്താ അമ്മേ, എന്റെ വീട്ടിൽ വെച്ച് എന്ത് അപമാനം അമ്മയ്ക്കുണ്ടായത്? ആരാ അമ്മയെ അപമാനിച്ചത്? അങ്ങനെ ചോദിച്ച ആ കെണി ആസൂത്രണം ചെയ്തത് നിന്റെ മമ്മയാണെന്ന് ഞാൻ പറയും. 3 മക്കളുടെ അമ്മയായ എന്നെ 2 മക്കളുടെ അമ്മയായ സുനന്ദ സ്വന്തം സഹോദരനെ അയച്ച് അപമാനിക്കാൻ ശ്രമിച്ചു. നമുക്ക് കഴിഞ്ഞതെല്ലാം മാച്ചു കളഞ്ഞ് ബന്ധുക്കളായിട്ട് തന്നെ തുടരാൻ ജാനകി. ഞാൻ സുനന്ദോട് പറഞ്ഞ് അവളുടെ വാശിയും വൈരാഗ്യം ഒക്കെ അങ്ങ് അവസാനിപ്പിച്ചോളാം. നിന്റെ മകനും ശ്യാമയും ഒരുമിച്ചങ്ങ് ജീവിച്ചോട്ടെ. അവരെ പിരിക്കാനേ ദൈവം തമ്പുരാൻ പോലും വരത്തില്ല. പക്ഷേ നീയൊന്ന് മനസ്സ് വെക്കണം. ഇതാ അന്ന് അവിടെ ഉണ്ടായത്. എന്നെ 3 മക്കളെ അനാഥരാക്കി എന്റെ ഭർത്താവ് പോയപ്പോ മുന്നോട്ടുള്ള വഴിയറിയാതെ പകച്ചു നിന്നുകൊണ്ട് ആദ്യം എടുത്ത തീരുമാനം മക്കളെ ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും മോഷ്ടിച്ചും മാനം വിറ്റും ജീവിക്കില്ലെന്നായിരുന്നു. ഈ നിമിഷം വരെ എന്റെ തീരുമാനത്തിനൊപ്പം എന്റെ മനസ്സും ശരീരവും ഉറച്ചു നിന്നു. പക്ഷെ ചില മനുഷ്യരെന്നെ ചെയ്യാത്ത 2 കുറ്റങ്ങളിലും പ്രതിയാക്കി. ഇല്ലമ്മേ, അമ്മ ഒരു കുറ്റകൃത്യത്തിലും പ്രതിയല്ല. അമ്മയെ കുറ്റക്കാരിയാക്കാൻ ആർക്കും കഴിയില്ല. അതിനെ ശ്യാമ സമ്മതിക്കില്ല. അമ്മയോടൊപ്പം ഞാനുണ്ട്.
അമ്മയുടെ നിരപരാധിത്വവും അഭിമാനവും സംരക്ഷിക്കേണ്ട കടമ ഇനി എന്റേതാ. ഈ ശ്യാമി അത് ചെയ്തിരിക്കും. മോളെ, എന്റെ മക്കള് 3 പേരും ദുർബലര്. അവരോട് ഇത് പറഞ്ഞ് എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്ന് പോലും അറിയാതെ പകച്ചു നിന്നു പോവും. ശരത്ത എന്റെ ആകെയുള്ള പ്രതീക്ഷ. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോൾക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് എന്റെ മക്കൾ ഇതൊന്നും അറിയേണ്ടത് കരുതി ഞാൻ മറച്ചു വെച്ചത്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. വേണ്ടമ്മേ, അമ്മയുടെ മരുമകളായി ഈ ശ്യാമയുള്ളപ്പോ അമ്മയ്ക്കിനി ഒന്നും ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരില്ല. നിന്നെയും അവര് തടഞ്ഞു വെച്ചിരിക്കല്ലേ മോളെ. ഞാൻ ജയിലിൽ പോയി കിടന്ന നിനക്ക് ആ ചങ്ങല പൊട്ടിച്ച് ശരത്തിന്റെ ഒപ്പം പോയി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതിനും ഈ അമ്മ തയ്യാറാണെന്ന് പറയാൻ കൂടിയ മോളുടെ അടുത്തേക്ക് ഞാൻ വന്നത്. അമ്മ ജയിലിൽ പോയി കിടക്കാനോ? എന്തിന്?